പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ CRT ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പഠിച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്നേ ദിവസം 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുന്നു. ആദ്യകാല രാഷ്ട്രങ്ങൾ. ഇവിടെ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഇരുമ്പ് യുഗ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുക. നമ്മൾ ആദ്യ ചാപ്റ്ററിൽ പ്രധാനമായും മാനവരാശിയുടെ പരിണാമത്തെക്കുറിച്ച് പഠിച്ചു. ശിലായുഗ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചു. വെങ്കലയുഗ കാലഘട്ടം. വെങ്കലയുഗത്തെ തുടർന്ന് വരുന്ന കാലഘട്ടമാണ് ഇരുമ്പ് പ്രധാനമായും ലോകമായി ഉപയോഗിച്ച കാലഘട്ടമാണ് ഇരുമ്പുയുഗ സംസ്കാരം എന്ന് പറയുന്നത്. ലോകത്ത് അങ്ങോളം ഇങ്ങോളം മനുഷ്യര് ഒട്ടനവധി ഇരുമ്പുയുഗ സംസ്കാരത്തിന് തുടക്കം കുറിച്ചു. ഉദാഹരണമായി പറഞ്ഞാൽ ഗ്രീക്ക് സംസ്കാരമുണ്ട്, റോമൻ സംസ്കാരമുണ്ട്, പേർഷ്യൻ സംസ്കാരമുണ്ട്, ഇൻക സംസ്കാരമുണ്ട്, മായൻ സംസ്കാരമുണ്ട്, അസ്തക സംസ്കാരമുണ്ട്, പിന്നെ ഇന്ത്യയിലെ വേദ സംസ്കാരം അഥവാ ആര്യന്മാരുടെ സംസ്കാരം. ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് ഗ്രീക്ക് സംസ്കാരം, റോമൻ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, പിന്നെ ഇന്ത്യയിലെ വേദ സംസ്കാരവും ആ കാലഘട്ടത്തിൽ തുടക്കം കുറിക്കപ്പെട്ട 2 തത്വചിന്താധാരകൾ ബുദ്ധമതവും ജൈനമതവും നമ്മൾ പഠിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കാരണം നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ വിശദമായി നമ്മൾ ഇവിടെ പഠിക്കുക. 6ാം ക്ലാസ്സിൽ അത്രയും വിശദമായിട്ടില്ല. പക്ഷേ നമുക്ക് കണക്ട് ചെയ്യേണ്ട പ്രധാന പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്ത് പറഞ്ഞ് കൃത്യമായി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. ആരംഭിച്ചാലോ? നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പഠിക്കുക ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച്. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അവിടെ പരാമർശിക്കുന്നത് ഇങ്ങനെയായിരുന്നു. കൾച്ചറൽ ഇന്റഗ്രേഷൻ. സാംസ്കാരികമായി പരസ്പരം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓരോ രാജ്യത്തു നിന്ന് വന്ന കുട്ടികളും അവരുടെ രാജ്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിന്റെ ലക്ഷ്യം എല്ലാ രാജ്യത്തെ സംസ്കാരത്തെയും കുറിച്ചും പഠിക്കുക, അറിയുക എന്നതാണ്. സംസ്കാരം എന്ന് പറയുമ്പോൾ ജനജീവിതം എന്ന് നമുക്ക് പറയാം. ആ ജനജീവിതത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പല സംഭവങ്ങളെയുമാണ് നമ്മൾ ചരിത്രം എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ചരിത്ര പഠനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സംസ്കാര പാരമ്പര്യം. ആ ചാപ്റ്ററിൽ ആദ്യം ഗ്രീസിലെ ഒരു കുട്ടി പ്രസന്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. ആ പ്രസന്റേഷൻ ഇങ്ങനെയായിരുന്നു. കൂട്ടുകാരെ, ഈ ചിത്രം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ആ ഗ്രീസിനെയാണ് ആ കുട്ടി പരിചയപ്പെടുത്തുക. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിൽ ഉടലെടുത്ത ജനാധിപത്യം എന്ന ലോകത്തിന് ഏറ്റവും വലിയ സംഭാവനയാണ്. നമുക്കറിയാം, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണല്ലേ. ഗ്രീസ് ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രീസ് ഏത് വൻകരയിലാണ്? യെസ്, യൂറോപ്പ് വൻകരയിലാണ്. തെക്കിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന ഭൂപ്രദേശമാണ്. കുന്നുകളുണ്ട്, താഴ്വരകളുണ്ട്, ചെറിയ പർവ്വതങ്ങളുണ്ട്. ഈ പർവ്വതങ്ങൾ കാരണം ചെറിയ ചെറിയ ഈ ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ വേർതിരിക്കപ്പെടുകയാണ് ഉണ്ടാവുക. ഈ ചെറിയ പർവ്വതങ്ങൾ കാരണം ഗ്രീസ് എന്ന രാജ്യത്തെ നഗരരാഷ്ട്രങ്ങൾ അതിർത്തിയായി വേർതിരിക്കപ്പെടുക. എന്തായാലും ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഒളിമ്പിക്സ് വളയം 5 വളയങ്ങളാണുള്ളത്. ഓരോ വളയവും ഓരോ നിറങ്ങളാണ്. ആ നിറങ്ങൾ ഏതൊക്കെ വൻകരകളെയാണ് സൂചിപ്പിക്കുക അല്ലേ? അതുകൂടെ നമുക്ക് ഇവിടെ പഠിച്ചങ്ങ് പോവാം. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറയാം. നിങ്ങൾ കോഡൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഫാക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കളർ പറഞ്ഞുതരാം. ഏ നമുക്കറിയാം, ലോകത്താദ്യമായി സമുദ്ര പരിവേഷണം ആരംഭിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും പോർച്ചുഗലുമാണ്. ലോകത്താദ്യമായി സമുദ്ര പരിവേഷണം ആരംഭിക്കുന്നത് സ്പെയിനും പോർച്ചുഗലുമാണ്. സ്പെയിനിനും പോർച്ചുഗലിനും വേണ്ടി സമുദ്ര പരിവേഷണത്തിന് ഇറങ്ങിത്തിരിച്ചത് പ്രധാനമായും കപ്പലോട്ടക്കാരുടെ നാട് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ ജനതയായിരുന്നു. അവർ അതിൽ അഗ്രഗണ്യരായിരുന്നു എന്ന് കണക്കാക്കാം. ഇതിനെ കണ്ട ബ്രിട്ടനും ഫ്രാൻസും തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ സമുദ്ര പരിവേഷണത്തിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുകയും മറ്റ് വൻകരകളിലേക്ക് എത്തുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും കൂടുതൽ കോളനി സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യങ്ങളാണല്ലോ. കോളനികൾ സ്ഥാപിക്കുന്ന വേളയിൽ ഇവര് അവരുടെ സൈന്യത്തെ സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട്, സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് വ്യാപാരം നടത്തുന്നത്. ഓക്കെ. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ
അവരുടെ ശക്തമായ നാവികപ്പടയെ ഉപയോഗിച്ച് സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് കോളനിവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. ഇതിനെ നമ്മൾ ബ്ലൂ വാട്ടർ പോളിസി എന്ന് വിളിക്കും. അല്ലെ? നമുക്ക് ഏറെ പരിചിതമാണ് ആ വാക്ക്. ബ്ലൂ വാട്ടർ പോളിസി ആദ്യമായി ഇന്ത്യയിൽ പ്രയോജനപ്പെടുത്തിയത് അല്ലെങ്കിൽ തുടക്കം കുറിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നല്ലേ പോർച്ചുഗൽ? അതെ. അപ്പോ ബ്ലൂ വാട്ടർ പോളിസി യൂറോപ്യൻ രാജ്യങ്ങളല്ലേ? അതുകൊണ്ട് ഒളിമ്പിക്സ് വളയത്തിൽ നീല നിറം ആരെ സൂചിപ്പിക്കുന്നു? യൂറോപ്പിനെ സൂചിപ്പിക്കുന്നു. 2, ഭൂമധ്യരേഖ തുല്യമായി രണ്ടായി വിഭജിക്കുന്ന വൻകരയാണ് ആഫ്രിക്ക. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയില് ഏകദേശം മധ്യഭാഗം തൊട്ട് കുറേയധികം ഭൂപ്രദേശത്ത് കറുത്ത വർഗ്ഗക്കാരാണ് കാണപ്പെടുക. ചൂടിന്റെ ആധിക്യം കൊണ്ടാണ്. അതുകൊണ്ട് കറുത്ത നിറം സൂചിപ്പിക്കുന്നത് ആഫ്രിക്ക വൻകരയെ. ലോകത്ത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കാണപ്പെടുന്നത് അമേരിക്ക വൻകരയിലാണ്. തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ഉൾപ്പെടെ. പെട്ടെന്ന് നമ്മൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന ചൈനയും റഷ്യയൊക്കെയാണ്. രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലുമാണ്. അതുകൊണ്ട് ചുവപ്പ് നിറം അമേരിക്കയെ സൂചിപ്പിക്കുന്നു. അമേരിക്കയെ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക പൊതുവായിട്ട് ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നു. മഞ്ഞ നദി ഒഴുകുന്ന വൻകര. മഞ്ഞ നദി ഒഴുകുന്നത് ചൈനയിലാണ്. ചൈന ഏഷ്യ വൻകരയിലാണ് അല്ലെ? അതുകൊണ്ട് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് ഏഷ്യയാണ്. പച്ചപ്പിന്റെ നാട്, കങ്കാരുക്കളുടെ നാട് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയ അല്ലെ? ഓസ്ട്രേലിയ. എത്രയേ ഉള്ളൂ നീ അല്ലെ? 5 നിറങ്ങൾ ഞാൻ ഫാക്ട് വെച്ച് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ ഫാക്ടിന്റെ അടിസ്ഥാനത്തിലല്ല നിറങ്ങൾ നൽകിയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാക്ട് പറഞ്ഞു തന്നതാണ്. ഓക്കെ. അപ്പൊ ഗ്രീസിലാണ് ഒളിമ്പിക്സ് രൂപം കൊള്ളുക. ഒളിമ്പിക്സ് വളയങ്ങൾ 5. ഓരോ നിറം നീല യൂറോപ്പിനെ സൂചിപ്പിക്കുന്നു. കറുപ്പ് ആഫ്രിക്ക. അമേരിക്കയെ സൂചിപ്പിക്കുന്ന ചുവപ്പാണ്. ഓസ്ട്രേലിയയെ സൂചിപ്പിക്കുന്ന പച്ചയാണ്. ഏഷ്യ വൻകരയിൽ മഞ്ഞ നദി ഒഴുകുന്നത് കൊണ്ട് മഞ്ഞ ഏഷ്യയെ സൂചിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ഗുഡ്. നമുക്കിനി യൂറോപ്പ് എന്ന സംസ്കാരത്തെ കുറിച്ച് ആധികാരികമായി പഠിച്ചു തുടങ്ങാം. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറേ ഗ്രാമങ്ങളും ചേർന്ന് ഒരു നഗര രാഷ്ട്രമായി രൂപപ്പെടാൻ തുടങ്ങി. ഈ നഗര രാഷ്ട്രങ്ങളെ പോളിസ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? പോളിസ്. സിന്ധു നദീതട സംസ്കാരം പഠിച്ചപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നു, സിന്ധു നദീതട കേന്ദ്രങ്ങളില് സിന്ധു നദീതട നഗരങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? സിറ്റാഡൽ എന്നറിയപ്പെട്ടു അല്ലെ? സിറ്റാഡൽ. ഇവിടെ ഗ്രീക്ക് സംസ്കാരത്തിൽ നഗരരാഷ്ട്രങ്ങളെ എന്തെന്ന് വിളിച്ചു? പോളിസ് എന്ന് വിളിച്ചു. നഗരങ്ങളല്ല, നഗരരാഷ്ട്രങ്ങളെ. എന്താ ഈ നഗരവും നഗരരാഷ്ട്രവും തമ്മിൽ വ്യത്യാസം? കൃത്യമായി നമ്മളിവിടെ പറഞ്ഞു അല്ലെ? ആദ്യകാലത്ത് ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ, ജനങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങൾ. പതിയെ അത് നഗരങ്ങളായി മാറ്റപ്പെട്ടു. തുടർന്ന് ഈ നഗരങ്ങളും ചുറ്റുമുള്ള ഗ്രാമങ്ങളും കൂടി ചേർന്നുകൊണ്ട് നഗരവും ചുറ്റുമുള്ള കുറെ ഗ്രാമങ്ങളും കൂടി ചേർന്ന് നഗരരാഷ്ട്രമായി രൂപാന്തരപ്പെട്ടു. ഈ നഗരരാഷ്ട്രങ്ങളെയാണ് നമ്മൾ പോളിസ് എന്ന് വിളിക്കുക. ഈ പോളിസ് എന്ന വാക്ക് ഉദയം ചെയ്തത് ഗ്രീക്ക് സംസ്കാരത്തിലാണ്. രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കുവാനാണ്, നഗര ഭരണ കേന്ദ്രങ്ങളെ സൂചിപ്പിക്കുവാനാണ് പോളിസ് എന്ന വാക്ക് ഉപയോഗിക്കുക. ഇപ്പൊ നിലവിൽ നമ്മൾ അന്തർദേശീയ തലത്തിൽ പോളിസ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ? നമുക്കേറെ പരിചിതമാണ്. മെട്രോപൊളിറ്റൻ സിറ്റി, മെട്രോപോളിസ്, മെഗാലോപോളിസ് അല്ലെ? യെസ്, നമുക്കേറെ പരിചിതമാണ് അല്ലെ? നഗരത്തെ സൂചിപ്പിക്കാനല്ലേ നമ്മൾ പോളിറ്റൻ അഥവാ പോളിസ് എന്ന വാക്ക് ഉപയോഗിക്കുക. തുടക്കം കുറിച്ച് എവിടെയാണ്? ഗ്രീസിലാണ്. കടലുകളോ അല്ലെങ്കിൽ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗര രാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് സംസ്കാരത്തിൽ രൂപം കൊണ്ട ഓരോ നഗര രാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇക്കാരണത്താല് ഗ്രീസില് ഒരു പൊതുവായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഓരോ നഗര രാഷ്ട്രങ്ങളിലും പ്രത്യേക ഭരണ സംവിധാനങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗര രാഷ്ട്രങ്ങളാണ് ഏഥൻസും സ്പാർട്ടയും. ഓക്കെ. അപ്പോ ഒരു ഏകീകൃത ഭരണ സംവിധാനം ഗ്രീക്ക് സംസ്കാരത്തിൽ ഇല്ല. ഓരോ നഗര രാഷ്ട്രങ്ങളിലും പ്രത്യേക ഭരണ സംവിധാനമായിരുന്നു. അങ്ങനെ കുറേയധികം നഗര രാഷ്ട്രങ്ങളുണ്ട്, കുറേയധികം പോളിസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോളിസുകൾ അഥവാ 2 നഗരരാഷ്ട്രങ്ങളാണ് ഇതൊക്കെ ഏഥൻസും സ്പാർട്ടയും. ഏഥൻസും സ്പാർട്ടയും നമ്മള് നഗരരാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോഴും ഇവ തമ്മില് ധ്രുവങ്ങളെപ്പോലെ വ്യത്യാസമുണ്ട്. ധ്രുവങ്ങളെപ്പോലെ വ്യത്യാസമുണ്ട്. കാരണം അവിടുത്തെ ഭരണ സംവിധാനം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഏഥൻസിലെ ജനാധിപത്യ ഭരണമാണെങ്കിൽ സ്പാർട്ടയില്
പട്ടാള ഭരണമായിരുന്നു. ഓക്കെ. ഇനി ഈ 6ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ഇല്ലാത്തതും എന്നാൽ PSC ചില സാഹചര്യങ്ങളിൽ ചോദിക്കുന്നതുമായ 1, 2 ഫാക്ട് ഇവിടെ ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. നമ്മൾ ഗ്രീക്കുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേരള ചരിത്രം പഠിക്കുമ്പോൾ ഗ്രീക്കുകാരെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് പറയാറുണ്ട്. എന്താണ് നമ്മൾ ഗ്രീക്കുകാരെ വിളിച്ചിരുന്ന പേര്? ഗ്രീക്കുകാർക്ക് ഇഷ്ടപ്പെട്ടത് അഥവാ വിദേശികൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഗ്രീക്കുകാരെ എന്തെന്ന് വിളിച്ചിരുന്നു? യവനന്മാർ എന്ന് വിളിച്ചിരുന്നു അല്ലെ? യവനന്മാർ. യവനൻ എന്ന വാക്ക് ഗ്രീക്ക് നിവാസികൾ അല്ലെങ്കിൽ വിദേശി എന്നാണ്. അപ്പോ ആ ഒരു വാക്ക് എങ്ങനെ വന്നു എന്നിവിടെ ഞാൻ പറഞ്ഞു പോവാം. നല്ലതല്ലേ? യെസ്. ബി ഹാപ്പി ഓൾവേയ്സ്. അപ്പോ ഈ ഗ്രീക്ക് സംസ്കാരത്തിന് തുടക്കം കുറിച്ചത് പ്രധാനമായും 2 ഗോത്ര വിഭാഗങ്ങളായിരുന്നു. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾക്ക് ആദ്യമായി തുടക്കം കുറിക്കുന്നത് 2 ഗോത്ര വിഭാഗങ്ങളായിരുന്നു. നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ലോകത്ത് പ്രധാനപ്പെട്ട 16 ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? റെഡ് ഇന്ത്യൻസ് അല്ലെ? അതുപോലെ ഇവിടെ 2 ഗോത്ര വിഭാഗങ്ങളാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ തുടക്കം കുറിക്കുക. ഒന്ന് അയോണിയന്മാർ. അയോണിയന്മാര്. 2 ഡോറിയന്മാർ. അയോണിയന്മാരും ഡോറിയന്മാരും. അയോണിയൻ എന്ന വാക്കിന്റെ അർത്ഥം അയോണിയന്മാരെ നമ്മൾ യവനൻ എന്നാണ് വിളിക്കുക. അയോണിയന്മാർ എന്തെന്ന് വിളിക്കും? യവനൻ എന്ന് വിളിക്കും. ഡോറിയന്മാരെ എന്തെന്ന് വിളിക്കും? ഹെല്ലൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഹെല്ലൻ. പിൽക്കാലത്ത് ഈ അയോണിയന്മാര് യവനന്മാർ എന്നറിയപ്പെട്ടു. ഡോറിയന്മാരോ ഹെല്ലന്മാരെന്നും. ഡോറിയന്മാര് ഹെല്ലന്മാരെന്നും അറിയപ്പെട്ടു. ഈ അയോണിയന്മാരും ഡോറിയന്മാരും എന്ന ഗോത്ര വിഭാഗമാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾക്ക് തുടക്കം കുറിക്കുക അഥവാ ഗ്രീക്ക് സംസ്കാരത്തിന് തുടക്കം കുറിക്കുക. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് സംസ്കാരം പിൽക്കാലത്ത് അയോണിയന്മാർ തുടക്കം കുറിച്ചു എന്ന അർത്ഥത്തിൽ യവനന്മാരെന്നും ഡോറിയന്മാർ തുടക്കം കുറിച്ചത് എന്ന അർത്ഥത്തിൽ ഹെല്ലന്മാരെന്നും അറിയപ്പെട്ടു. അപ്പോൾ ഗ്രീക്ക് നിവാസികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒന്നെങ്കിൽ യവനന്മാരെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹെല്ലന്മാരെന്ന് വിളിക്കും. ക്ലിയർ ആണേ? സെറ്റ് അല്ലേ? അടുത്ത് പറയട്ടെ. യെസ്. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ് ഉദയം ചെയ്തത്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ് ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണം നടത്തുന്നതിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും, വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പൗരത്വമുള്ള പുരുഷന്മാർക്ക് മാത്രമേ ഏതൻസിൽ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ വോട്ടിടുന്നേ? ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും നിയമനിർമ്മാണം നടത്തുന്നതിനും. ഓക്കെ. അപ്പോ ജനാധിപത്യത്തിന്റെ ആദ്യ ഉടലെടുത്തത് ഗ്രീസിലെ ഏതൻസിലാണ്. അവിടെ ജനസംഖ്യ വളരെ കൂടുതലായിരിക്കും, വളരെ കുറവായിരിക്കുമോ? നമ്മൾ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചനുസരിച്ച് ആദ്യകാലത്ത് ജനസംഖ്യ വളരെ കുറവായിരിക്കും അല്ലെ? പിൽക്കാലത്താണ് ഒരുപാട് തലമുറ കഴിഞ്ഞപ്പോൾ അന്നത്തെ രീതിയിൽ ജനസംഖ്യ വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ഏതൻസിൽ വളരെ കുറച്ച് ജനസംഖ്യയല്ലേ ഉള്ളൂ? അതെ, വളരെ കുറച്ച് ജനങ്ങളാണുള്ളത്. അവർ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും പങ്കാളിത്തം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതൻസിലെ ജനാധിപത്യത്തെ നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതാണടാ? ഏതൻസ് ആണ്. ഓക്കെ. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതൻസ് ആണ്. ഏതൻസിലെ പൊതുസഭ അല്ലെങ്കിൽ പാർലമെന്റ്, ഏതൻസിലെ പൊതുസഭ അഥവാ നിയമനിർമ്മാണ സഭ, നിർമ്മാണ സഭ എന്ത് പേരിൽ അറിയപ്പെടും? എന്ത് പേരിൽ അറിയപ്പെടും? എക്ലേഷ്യ എന്ന പേരിൽ അറിയപ്പെടും. എന്ത് പേരിൽ അറിയപ്പെടുക? എക്ലേഷ്യ. അതൊരു ഫാക്റ്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. എക്ലീഷ്യ എന്ന പേരിൽ അറിയപ്പെടും. അപ്പോ ഇവിടെ വോട്ടവകാശമുള്ളത്, ഭരണാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ളത് പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കുമാണ്. അപ്പൊ ആർക്ക് പങ്കാളിത്തം ഇല്ല? സ്ത്രീകൾക്കോ അടിമകൾക്കോ വിദേശികൾക്കോ പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. അഥവാ ജനാധിപത്യത്തിൽ അവർക്ക്
പങ്കാളിത്തമില്ലായിരുന്നു. സ്ത്രീകൾക്കോ പുരുഷന്മാരിൽ തന്നെ അടിമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പുരുഷന്മാർക്കും ഇല്ല കേട്ടോ. പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും എന്നാണ്. സ്ത്രീകൾക്കോ അടിമകളായ പുരുഷന്മാർക്കോ വിദേശികൾക്കോ എന്തുണ്ടായിരുന്നില്ല, പൗരത്വ പദവി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജനാധിപത്യത്തിൽ പങ്കുകാരാകാനും കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, സെറ്റാണേ. അടുത്ത് പറയുന്നു, പെരിക്ലിസിന്റെ കാലത്താണ് പെരിക്ലിസിന്റെ കാലത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഓക്കെ, ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെടുക. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതൻസ് എന്ന ജനാധിപത്യം നിലനിൽക്കുന്ന നഗരരാഷ്ട്രം അഥവാ പോളിസിലെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ആർക്ക് സ്വന്തമായിട്ടുണ്ട്? ഏതൻസ് എന്ന നഗരരാഷ്ട്രത്തിനുണ്ട്. ഏതൻസ് എന്ന നഗരരാഷ്ട്രത്തിനുണ്ട്. ക്ലിയർ ആണേ? മറക്കില്ലല്ലോ. യെസ്. അപ്പോ ഏതൻസിലെ പ്രധാന ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ പെരിക്ലിസ് എന്ന് പറയണം. പെരിക്ലസിന്റെ കാലഘട്ടത്തെയാണ് ഏതൻസിന്റെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുക. ഏതൻസിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പെരിക്ലിസിന്റെ കാലഘട്ടമാണ്. ഈ പെരിക്ലിസിന്റെ കാലഘട്ടത്താണ് എന്താവുന്ന ജനാധിപത്യം വിപുലമാകാൻ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ഏതൻസിന്റെ സുവർണ കാലഘട്ടമായി പെരിക്ലസ് എന്ന ഭരണാധികാരി കാലഘട്ടം പറയാം. ഏതൻസിലെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാ? കലാ, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നമ്പർ ഓർത്ത് വെക്കുക, 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ആർക്ക് സ്വന്തമായിട്ടുണ്ട്? ഏതൻസിന്, ജനാധിപത്യം നിലനിൽക്കുന്ന ഏതൻസിന് സ്വന്തമായിട്ടുണ്ട്. ക്ലിയർ? ഇനി ഇത് കൂടാതെ ഏതൻസിലെ പൗരന്മാർ, ഏതൻസിൽ എല്ലാവരെയും പൗരന്മാരായി പരിഗണിച്ചിരുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ പൗരന്മാർക്കാണ് അവകാശം എന്ന് പറഞ്ഞല്ലോ. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. എന്ന് പറഞ്ഞാൽ അടിമയാകാൻ പാടില്ലെന്നാണ്. സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. രക്ഷകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കണം. അതായത് മറ്റു നഗരരാഷ്ട്രങ്ങളിലുള്ള ആളാവാൻ പാടില്ല. ഏതൻസിലെ പൗരൻ എന്ന പദവി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കൾ ഏതൻസുകാർ തന്നെ ആയിരിക്കണം. ഇപ്പോ മറ്റൊരു നഗരരാഷ്ട്രമുണ്ട്. ഏതാണ്? പ്രധാനപ്പെട്ട 2 നഗരരാഷ്ട്രങ്ങൾ നമ്മൾ പറഞ്ഞു. ഒട്ടനവധി നഗരരാഷ്ട്രങ്ങളിൽ പ്രധാനപ്പെട്ട 2 ഉണ്ട്. ഒന്ന് ഏതൻസ്, 2 സ്പാർട്ടയും. സ്പാർട്ടയിലാണ് മാതാപിതാക്കളെങ്കിൽ ഏതൻസിലെ ഒരു വ്യക്തിക്ക് പൗരത്വം കിട്ടുമോ? കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഏതൻസിൽ എല്ലാവരെയും പൗരന്മാരെ പരിഗണിച്ചില്ല. സ്ത്രീകളെ പരിഗണിച്ചില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. അടിമയായാലും പറ്റില്ല. രക്ഷകർത്താക്കൾ ഏതൻസുകാർ ആയിരിക്കണം. ക്ലിയർ? അത് ജസ്റ്റ് ബേസിക് ഐഡിയ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. കാണാതെ പഠിക്കാനൊന്നുമില്ല അതില്. പെരിക്ലസ് നമ്മൾ പറഞ്ഞല്ലോ ഏതൻസിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിന് ഏതൻസിൽ തുടക്കം കുറിച്ചത് പെരിക്ലസ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കാം. ഏതൻസിലെ ശക്തനായ ഭരണാധികാരി. പെരിക്ലസിന്റെ കാലഘട്ടത്താണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ പ്രബല സ്ഥാനം നേടുക. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ, ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകണം എന്നതായിരുന്നു പെരിക്ലസിന്റെ ആശയം. അപ്പൊ പെരിക്ലസിന്റെ ജനാധിപത്യത്തെ കുറിച്ചുള്ള നിർവചനം അല്ലെങ്കിൽ ആശയം എന്തായിരുന്നു? അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം. ആ ഒരു വാക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ ഏതൻസിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പെരിക്ലസിന്റെ കാലഘട്ടമാണ്. പെരിക്ലസിന്റെ കാലഘട്ടത്താണ് ഏതൻസിൽ ജനാധിപത്യ ഭരണ സംവിധാനം ശക്തമായി മാറുക. ജനാധിപത്യത്തെക്കുറിച്ച് പെരിക്ലസ് നൽകിയ നിർവചനം ഇതായിരുന്നു: അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതായിരിക്കണം. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതായിരിക്കണം. സെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു സ്പാർട്ട. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നഗരരാഷ്ട്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 2 നഗരരാഷ്ട്രങ്ങൾ പോളിസുകളാണ്. ഒന്ന് ഏതൻസും, 2 സ്പാർട്ടയും. സ്പാർട്ടയെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? യെസ്. ഏതൻസിൽ നിന്ന് വ്യത്യസ്തമായി പ്രഭു ഭരണമാണ്. പ്രഭു ഭരണം എന്ന് പറയുമ്പോൾ പ്രഭുക്കന്മാരുടെ കീഴിലുള്ള സൈനികരാണ് അവിടെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് പ്രഭു ഭരണമെന്നോ അല്ലെങ്കിൽ നമ്മൾ പട്ടാള ഭരണമെന്നോ പറയാറുണ്ട്. പ്രഭു ഭരണം അല്ലെങ്കിൽ പട്ടാള ഭരണം എന്ന് പറയാറുണ്ട് കേട്ടോ. പ്രഭു ഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്ക്, പരമ്പരാഗത മൂല്യം ആ വാക്ക് ഇമ്പോർട്ടന്റ്. എപ്പോഴാണ് നമ്മൾ പരമ്പരാഗത മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നത്? ആ സാഹചര്യത്തിൽ പുരോഗതി അവിടെ തടയപ്പെടുമെന്നാണ് പറയുക.
പരമ്പരാഗതവാദികളും ആധുനികവാദികളും രണ്ട് ധ്രുവീയ സങ്കല്പങ്ങളാണ്. അപ്പോൾ പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾ 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഏതൻസിലോ 2 വർഷത്തെ സൈനിക സേവനമേ ഉള്ളൂ. ഇവിടെ സ്പാർട്ടയിലോ 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഏതൻസിൽ നിന്ന് വ്യത്യസ്തമായി പ്രഭുഭരണമാണ് അഥവാ പട്ടാള ഭരണമാണ് നിലനിന്നിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഈ സ്പാർട്ട എന്ന നഗരരാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധവുമായിരുന്നു. ഈ ഗ്രീക്ക് സംസ്കാരത്തില് ഒട്ടനവധി തത്വചിന്തകരുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ സോക്രട്ടീസ്, പ്ലാറ്റോ തുടങ്ങിയവർ. പിന്നെ ഒരുപാട് കലാ സാഹിത്യ മേഖലയിൽ സംഭാവന നൽകിയ പ്രമുഖ വ്യക്തികളുണ്ട്. ഗണിതശാസ്ത്രജ്ഞരായ അർക്കിമിഡീസ്, പൈതഗോറസ്, യൂക്ലിഡ്, പിന്നെ വൈദ്യശാസ്ത്ര രംഗത്തെ അതികായകനായ ഹിപ്പോക്രാറ്റസ്, ചരിത്ര പണ്ഡിതനായ ഹെറോഡോട്ടസ്, തൂസുഡൈസ്, പിന്നെ ഭൂമിശാസ്ത്ര പണ്ഡിതനായ ഇറാത്തോസനീസ്, നമ്മുടെ ചന്ദ്രനും ഭൂമിയും തമ്മിൽ അകലം കണ്ടുപിടിച്ച ഹിപ്പാർക്കസ്, നാടകരചയിതാവായ അക്കില്ലസ്, അന്ധകവിയായ ഹോമർ, ഇവരൊക്കെ ഗ്രീക്ക് സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രീക്ക് സംസ്കാരത്തെ ലോകത്തിന്റെ സുവർണ കാലഘട്ടം അല്ലെങ്കിൽ ലോകത്തിന്റെ ക്ലാസിക്കൽ കാലഘട്ടം എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ ഗ്രീക്ക് സംസ്കാരത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഗ്രീക്ക് സംസ്കാരത്തെ ക്ലാസിക്കൽ കാലഘട്ടം, ലോകത്തിന്റെ ലോകത്തിന്റെ ക്ലാസിക്കൽ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുക. ലോകത്തിന്റെ ക്ലാസിക്കൽ കാലഘട്ടം. ഓക്കെ അല്ലേ? അപ്പോ ലോകത്തിന്റെ ക്ലാസിക്കൽ കാലഘട്ടം അല്ലെങ്കിൽ ലോകത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഗ്രീക്ക് സംസ്കാരം. ഇന്ത്യയിലെ സുവർണ കാലഘട്ടം ഏതാ? ഗുപ്തന്മാരുടെ കാലഘട്ടമാണ് കേട്ടോ. ഇന്ത്യയിലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടമാണ്. ഇന്ത്യയിലെ രണ്ടാമത് സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതാണ് മുഗളന്മാരുടെ കാലഘട്ടം. രണ്ടാമത് സുവർണ കാലഘട്ടമാണ് മുഗളന്മാരുടെ കാലഘട്ടം. സംശയം ഉണ്ടാവരുത് കേട്ടോ. അപ്പൊ ലോകത്തിന്റെ സുവർണ കാലഘട്ടം അല്ലെങ്കിൽ ക്ലാസിക്കൽ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെതാണ്. ആ ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് റിവിഷൻ ചെയ്യാം. കുറച്ചുകൂടെ മുന്നോട്ടുണ്ട് പഠിക്കാം. എങ്കിലും ഇത്രയും റിവിഷൻ ചെയ്ത് വച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം. ഓക്കെ അല്ലേ? യെസ്. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. ഗ്രീക്ക് സംസ്കാരം അഥവാ ഗ്രീസിലെ ഇരുമ്പുയുഗ സംസ്കാരം. യൂറോപ്യൻ രാജ്യമാണ് ഗ്രീസ് എന്ന് നമുക്കറിയാം. ഇരുമ്പുയുഗ സംസ്കാരം രൂപം കൊണ്ടത് ഗ്രാമങ്ങളിലായിരുന്നു, കൃഷിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. പിൽക്കാലത്ത് നഗരരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടു. ആ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള കുറെ ഗ്രാമങ്ങളും ചേർന്ന് പിൽക്കാലത്ത് നഗരരാഷ്ട്രങ്ങളായി മാറി. ഈ നഗരരാഷ്ട്രങ്ങളെ പോളിസ് എന്ന് വിളിക്കുന്നു. ഈ നഗരരാഷ്ട്രങ്ങളെ പരസ്പരം വേർതിരിച്ചിരുന്നത് പർവ്വതങ്ങളോ അല്ലെങ്കിൽ അഗാധമായ താഴ്വരകളോ ഭൂപ്രകൃതി സംബന്ധമായ അതിർത്തി ഈ നഗരരാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രീക്ക് സംസ്കാരത്തിൽ ഒരു പൊതുവായ ഭരണ സംവിധാനമില്ല. ഓരോ നഗരരാഷ്ട്രങ്ങൾക്കും പ്രത്യേക ഭരണ സംവിധാനമാണ്. അങ്ങനെ കുറേയധികം പോളിസുകളുണ്ട്, നഗരരാഷ്ട്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൻസും സ്പാർട്ടയുമായിരുന്നു. ഗ്രീക്ക് സംസ്കാരത്തിന് തുടക്കം കുറിച്ചത് അയോണിയന്മാരും ഡോറിയന്മാരുമാണ്. അതുകൊണ്ട് ഗ്രീക്ക് സംസ്കാരത്തെ എന്നെന്തോ പൊതുവായി യവനന്മാരെന്നും ഹെല്ലന്മാരെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ജനാധിപത്യത്തിന്റെ ആദ്യ മോഡലെടുത്ത നഗരരാഷ്ട്രമാണ് ഏതൻസ്. അതുകൊണ്ട് നമ്മൾ ഏതൻസിനെ അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരത്തെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലെന്നോ അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലെന്നോ വിളിച്ചിരുന്നു. പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും നിയമനിർമ്മാണ സഭയിൽ നിയമം നിർമ്മിക്കുവാനും ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുവാനും അധികാരമുണ്ടായിരുന്നു. എന്നാൽ സ്ത്രീകൾക്കോ അടിമകൾക്കോ വിദേശികൾക്കോ അതിനുള്ള അധികാരമില്ല. ഏതൻസിലെ പൊതുസഭ അഥവാ നിയമനിർമ്മാണ സഭ എക്ലീഷ്യ എന്നാണ് അറിയപ്പെട്ടത്. ഏതൻസിലെ പ്രശസ്ത ഭരണാധികാരി ജനാധിപത്യ ഭരണ സംവിധാനം വ്യാപിപ്പിച്ച ഭരണാധികാരി പെരിക്ലസ് ആയിരുന്നു. പെരിക്ലസിന്റെ കാലഘട്ടത്താണ് ഏതൻസിൽ ജനാധിപത്യം വിപുലമാകാൻ ആരംഭിക്കുക. ഏതൻസിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഉണ്ടായിരുന്നു. ഏതൻസിലെ പൗരന്മാർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, അടിമയായിരിക്കാൻ പാടില്ല. രക്ഷകർത്താക്കൾ ഏതൻസ് നഗരരാഷ്ട്രത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കണം. പെരിക്ലസ് ഏതൻസിലെ ശക്തനായ ഭരണാധികാരി. പെരിക്ലസിന്റെ ഭരണകാലത്ത് ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തു. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടാകണം എന്നതായിരുന്നു ജനാധിപത്യത്തെക്കുറിച്ച് പെരിക്ലസ് നൽകിയ ആശയം.
സ്പാർട്ട. ഏതൻസിൽ നിന്ന് വ്യത്യസ്തമായി പ്രഭുഭരണം അഥവാ പട്ടാള ഭരണം നിലനിന്ന നഗരരാഷ്ട്രമാണ് സ്പാർട്ട. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കം നൽകിയിരുന്ന നഗരരാഷ്ട്രം. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ നിർബന്ധിത സൈനിക സേവനമായിരുന്നു. ഗ്രീക്ക് സംസ്കാരത്തിലാണ് ആദ്യ കാലഘട്ടത്തെ പ്രധാന കല, സാംസ്കാരിക, ശാസ്ത്ര മേഖലയിലെ അതികായകർ രൂപം കൊണ്ടത്. അതുകൊണ്ട് ഗ്രീക്ക് സംസ്കാരത്തെ നമ്മൾ ലോകത്തിന്റെ ക്ലാസിക്കൽ കാലഘട്ടം എന്നാണ് വിളിക്കുക. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യം. ഈ പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാനാണ് കേട്ടോ. ഇന്നത്തെ ഇറാൻ. അപ്പോ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലുണ്ടായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏഥൻസിന്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴ്പ്പെടുത്തി. ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. എന്നാൽ പിൽക്കാലത്ത് ഈ ഏഥൻസും സ്പാർട്ടയും ഗ്രീസിലെ രണ്ട് നഗരരാഷ്ട്രങ്ങളായ ഏഥൻസും സ്പാർട്ടയും ശത്രുതയിലായി. സ്പാർട്ടയുമായി സഖ്യത്തിലായ ചില രാഷ്ട്രങ്ങളും ചേർന്ന് ഏഥൻസിനെ ആക്രമിച്ചു. ഓക്കെ. ഈ യുദ്ധങ്ങൾ, അതായത് ഏഥൻസും സ്പാർട്ടയും തമ്മിലുള്ള യുദ്ധങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? പൊലോപ്പനീഷ്യൻ യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുക. പൊലോപ്പനീഷ്യൻ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. പൊലോപ്പനീഷ്യൻ യുദ്ധങ്ങളിൽ അന്തിമ വിജയം നേടിയത് പ്രഭുഭരണ സംവിധാനമുള്ള അഥവാ സൈനിക പരിശീലനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള സ്പാർട്ട വിജയിക്കുകയും ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുത്തിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏഥൻസും സ്പാർട്ടയും ആക്രമിച്ച് പരാജയപ്പെടുത്തി. ഇതാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. പിൽക്കാലത്ത് ഏഥൻസ്, സ്പാർട്ട എന്നീ നഗരരാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇത് പൊലോപ്പനീഷ്യൻ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതിൽ അന്തിമ വിജയം നേടിയത് സ്പാർട്ടയുമാണ്. മാരത്തൺ ഓട്ടം. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധ കാലഘട്ടത്ത് ഏഥൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറമുള്ള മാരത്തൺ എന്ന സ്ഥലത്ത് വെച്ച്, ഇവിടെ മാരത്തൺ എന്ന സ്ഥലത്ത് വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. നമ്മൾ പറഞ്ഞല്ലോ ഇത് യുദ്ധത്തിൽ ആരാ വിജയിച്ചേ? ഗ്രീക്കുകാർ വിജയിച്ചു എന്ന് പറഞ്ഞു. ഈ വിജയ വാർത്ത രാജ്യത്തെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സന്ദേശവാഹകൻ ഏഥൻസിലേക്ക് യാത്ര തിരിച്ചു. അന്ന് വിമാനമൊന്നുമില്ല, മെച്ചപ്പെട്ട ഗതാഗത സംവിധാനമില്ല. പക്ഷെ ഇദ്ദേഹം അത്രയും 24 മൈൽ ദൂരം ഓടിയെന്നാണ് കണക്കാക്കുക. ഓടിയെത്തി, ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഓടിയെത്തി. പക്ഷേ ആ ഓടി ക്ഷീണിച്ച് അദ്ദേഹം മരണപ്പെട്ടു. അത് യാഥാർത്ഥ്യമാണ്. എങ്കിലും അദ്ദേഹം അത്രയും ദൂരം ഓടി ഏഥൻസ് എന്ന നഗരത്തിലെത്തുകയും ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്ത് വിളിക്കുകയും ചെയ്തു. ഇത്രയും ഓടിയതിന്റെ ഫലമായി ക്ഷീണിച്ച് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടു. ഈ ഓട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പിൽക്കാലത്ത് ദീർഘദൂര ഓട്ട മത്സരത്തിനെ, ദീർഘദൂര ഓട്ടത്തെ നമ്മൾ മാരത്തൺ ഓട്ടം എന്ന് നമ്മൾ വിളിക്കുക. ദീർഘദൂര ഓട്ടത്തെയാണ് നമ്മൾ മാരത്തൺ ഓട്ടം എന്ന് വിളിക്കുക അല്ലെ. മാരത്തൺ ഓട്ടം ഇപ്പൊ നമുക്ക് സജീവമായി കാണാനായിട്ട് കഴിയും അല്ലെ. ജീവിതശൈലി രോഗങ്ങൾ മാറ്റുവാനും അല്ലെങ്കിൽ പ്രത്യേക ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാരത്തൺ സംഘടിപ്പിക്കാറുണ്ട് അല്ല. നിങ്ങൾ മിക്കവാറും കാണുന്നതാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നതൊക്കെ. യെസ്. അപ്പൊ മാരത്തൺ ഓട്ടം എന്ന വസ്തുതയ്ക്ക് തുടക്കം കുറിക്കപ്പെടുന്നതും ഗ്രീക്കിലെ മാരത്തൺ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. ഈ മാരത്തൺ എന്ന സ്ഥലത്ത് വെച്ചാണ് ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടുന്നത്? പേർഷ്യൻ സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യവും തമ്മിൽ ഏറ്റുമുട്ടുക. വിജയിച്ചത് ആരാണ്? ഗ്രീക്കുമാണ്. ഹെറോഡോട്ടസും തൂസിഡൈസും. ഞാൻ പറഞ്ഞു ഗ്രീക്കില് പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരായിരുന്നു ഹെറോഡോട്ടസും തൂസിഡൈസും. ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ലോകത്തെ ആദ്യത്തെ ചരിത്രകൃതിയാണ് ദ ഹിസ്റ്ററീസ് എന്ന പേരിൽ അറിയപ്പെടുക. ലോകത്തെ ആദ്യ ചരിത്രകൃതിയാണ് ദ ഹിസ്റ്ററീസ്. ദ ഹിസ്റ്ററീസ് രചിച്ചിരിക്കുന്നത് എന്തിന്റെ ആസ്പദമാക്കിക്കൊണ്ടാണ്? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മറന്നു പോകരുത്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ അല്ലല്ലോ. അപ്പോ ഗ്രീക്ക് പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ദ ഹിസ്റ്ററീസ് എന്ന പുസ്തകം രചിക്കപ്പെട്ടു. ലോക ചരിത്രത്തിലെ ആദ്യ കൃതിയായിട്ട് കണക്കാക്കുന്നു. ഇത് എഴുതിയത് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ചരിത്രത്തിന്റെ ഹിസ്റ്ററിയുടെ പിതാവായി ആര് വിശേഷിപ്പിക്കുക? ഹെറോഡോട്ടസിനെ വിളിക്കുക. ലോകത്തിലെ ആദ്യ ചരിത്ര ഗ്രന്ഥം ദ ഹിസ്റ്ററീസ് ആണ്. അതിന്റെ ഉള്ളടക്കം എന്താണ്? ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളാണ്. അതെഴുതിയ ഹെറോഡോട്ടസിനെ ചരിത്രത്തിന്റെ പിതാവായും കണക്കാക്കുന്നു. സ്പാർട്ടയും ഏഥൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് നമ്മൾ പഠിച്ചു. എന്താണ്? പെലോപ്പനേഷ്യൻ യുദ്ധങ്ങൾ. ആ പെലോപ്പനേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് ഗ്രീക്കിലെ ഹെറോഡോട്ടസിന്റെ പിൻഗാമിയായി കണക്കാക്കുന്ന പെലോപ്പനേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം എഴുതിയത് ആരാണ്? തൂസിഡൈസ് ആയിരുന്നു. ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പനേഷ്യൻ വാർ എന്നാണ്
ആ ചരിത്രകൃതിയുടെ പേര്. അപ്പോ ദ ഹിസ്റ്ററീസ് എന്ന പുസ്തകം എഴുതിയത് ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരൻ. അതുകൊണ്ട് അദ്ദേഹത്തെ ഹിസ്റ്ററിയുടെ പിതാവായി കണക്കാക്കുന്നു. മറ്റൊരു ചരിത്രകാരനാണ് തൂസിഡൈസ്. ഏതൻസും സ്പാർട്ടയും തമ്മിലുള്ള യുദ്ധങ്ങൾ, പെലപ്നേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? തൂസിഡൈസുമാണ്. ഈ രണ്ട് ചരിത്രകാരന്മാർ ഏത് നിവാസികൾ തന്നെ ഗ്രീക്ക് വംശജർ തന്നെയാണ്. ഗ്രീക്ക് തത്വചിന്തകര് 3 പേര് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് സോക്രട്ടീസ്. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് സോക്രട്ടീസ്. ഈ സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോ. പ്ലാറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. ഗ്രീക്ക് സംസ്കാരത്തിലെ അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുക കേട്ടോ. സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ എന്ന ഒരു ക്രമത്തിലാണ് നമ്മൾ പറയുക. പണ്ടൊക്കെ PSC ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് എഴുതാനൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഓക്കെ, കാലഗണന അനുസരിച്ച് തത്വചിന്തകന്മാരെ ക്രമപ്പെടുത്തുക. ഓക്കെ, അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ്. ഇദ്ദേഹം സംവാദ രീതിയാണ് അവലംബിച്ചിരുന്നത്. ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സംവാദം. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് പരസ്പരം എന്ത് ചെയ്യുന്നു? അവർക്ക് അറിയുള്ള കാര്യങ്ങൾ പറയുന്നു. ആ ചർച്ചയിൽ നിന്ന് അന്തിമമായി യഥാർത്ഥ തീരുമാനം കൈക്കൊള്ളുന്നു. അതിനാണ് നമ്മൾ സംവാദ രീതി എന്ന് പറയുക. ഓക്കെ, സംവാദ രീതിയിലൂടെയാണ് അദ്ദേഹം ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് പുസ്തകങ്ങളൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. സംവദിക്കുന്നു, അതിൽ നിന്ന് അദ്ദേഹം റിസൾട്ട് കണ്ടെത്തുന്നു. അതേ രീതി ഫോളോ ചെയ്ത സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോ. സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്ന പ്ലാറ്റോ അക്കാഡമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത് പ്ലാറ്റോ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് റിപ്പബ്ലിക് എന്ന് പറയുക. അപ്പോൾ റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് പ്ലാറ്റോ ആണ്. അക്കാഡമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത് പ്ലാറ്റോ ആണ്. ഈ പ്ലാറ്റോ ആരുടെ ശിഷ്യനായിരുന്നു? സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു. ഇനി പ്ലാറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോയുടെ അക്കാഡമിയിൽ വിദ്യാർത്ഥിയായിരുന്ന വ്യക്തിയാണ് പ്ലാറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് അരിസ്റ്റോട്ടിലാണ്. അതുകൊണ്ട് പൊളിറ്റിക്സിന്റെ പിതാവ്, രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ചരിത്രത്തിന്റെ പിതാവ് ഹെറോഡോട്ടസ് ആണ്. തത്വചിന്തയുടെ പിതാവായി കണക്കാക്കുന്നത് സോക്രട്ടീസിനെയാണ്. തത്വചിന്തയുടെ പിതാവ് എന്ന് കണക്കാക്കുന്നത് സോക്രട്ടീസിനെയാണ്. അരിസ്റ്റോട്ടിൽ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ്, ബയോളജിയുടെ പിതാവ്, രാഷ്ട്രതന്ത്രത്തിന്റെ, പൊളിറ്റിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. നിങ്ങൾക്കറിയാം അല്ലെ? അപ്പോൾ പ്ലാറ്റോയുടെ അക്കാഡമിയിൽ വിദ്യാർത്ഥിയായിരുന്നു, അല്ലെങ്കിൽ പ്ലാറ്റോയുടെ ശിഷ്യനായിരുന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ലൈസിയം എന്ന പഠനകേന്ദ്രം ആരംഭിച്ചു. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന്റെ, പൊളിറ്റിക്സിന്റെ പിതാവായി കണക്കാക്കുന്നതും അരിസ്റ്റോട്ടിൽ തന്നെ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഗ്രീക്ക് തത്വചിന്തകൻ സോക്രട്ടീസ്. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ തത്വചിന്തകൻ. തത്വചിന്തയുടെ പിതാവായി കണക്കാക്കുന്നതും സോക്രട്ടീസിനെ തന്നെ. സംവാദ രീതിയാണ് ഇദ്ദേഹം അവലംബിച്ചിരുന്നത്. സോക്രട്ടീസ് ശിഷ്യനായിരുന്നു പ്ലാറ്റോ. അക്കാഡമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത് പ്ലാറ്റോ ആണ്. റിപ്പബ്ലിക് എന്ന പ്രശസ്തമായ കൃതിയുടെ രചയിതാവും പ്ലാറ്റോ തന്നെ. പ്ലാറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോയുടെ അക്കാഡമിയിലെ വിദ്യാർത്ഥി. ലൈസിയം എന്ന പഠന കേന്ദ്രം ആരംഭിച്ചു. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അരിസ്റ്റോട്ടലിനെ പൊളിറ്റിക്സിന്റെ പിതാവായി കണക്കാക്കുന്നു. പിന്നെ ബയോളജിയുടെ പിതാവായി കണക്കാക്കുന്നു. പിന്നെ പക്ഷി നിരീക്ഷണത്തിന്റെ പിതാവ്. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുക. ക്ലിയർ ആണേ? അപ്പോ ലോകത്തെ ക്ലാസിക്കൽ സംസ്കാരം എന്നറിയപ്പെടുന്നത്, ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞു അന്ധകവിയായ ഹോമറെ കുറിച്ചല്ലേ. അന്ധകവിയായ ഹോമറിന്റെ ഇതിഹാസങ്ങളാണ് ഇലിയഡ്, ഒഡീസി എന്നിവ. ഇലിയഡ്, ഒഡീസി എന്ന ലോക ഇതിഹാസങ്ങൾക്ക് തുടക്കം കുറിച്ച് ലോകത്തെ ഇതിഹാസങ്ങളാണ് ഇലിയഡ്, ഒഡീസി എന്നിവ. അത് രചിച്ചത് അന്ധകവിയായ ഹോമറാണ് കേട്ടോ. ഇവിടെ ഗ്രീക്ക് സംസ്കാരത്തെ കുറിച്ചാണ് ഇവിടെ പറയുക. ആ കഥ നമുക്ക് മൊത്തം ഒന്നും പഠിക്കേണ്ട. അതിനകത്ത് 1-2 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ആ കഥ പറയുമ്പോഴേക്കും നമുക്ക് ആ പോയിന്റ്സ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം. എന്താണ്? ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ്. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇലിയഡ് എന്ന ഇതിഹാസത്തിൽ പരാമർശിക്കുക. ട്രോയ് നഗരവുമായി വർഷങ്ങൾക്ക് നീണ്ട യുദ്ധത്തിന് ശേഷവും ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല. അപ്പോ ഇവരൊരു ഉപായം കണ്ടെത്തി. ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി അതില് ഏറ്റവും ശക്തരായ പോരാളികൾ അകത്ത് കയറിയിരുന്നു. നിങ്ങൾ ചിലപ്പോ ഏതൊക്കെയോ സിനിമകളിൽ ഇത് കണ്ടിട്ടുണ്ടാവും. എന്തായാലും അപ്പോ ഒരു മരക്കുതിര ഉണ്ടാക്കി അതിനകത്ത് ഈ പോരാളികൾ ഒളിച്ചിരുന്നു. ഓക്കെ, ഈ ഒളിച്ചിരുന്ന പോരാളികള് സാധാരണ കാലഘട്ടത്തിൽ രാത്രി യുദ്ധം പാടില്ല എന്നാണ് കേട്ടോ. രാത്രി യുദ്ധം പാടില്ല എന്നതാണ് നമ്മള്
മഹാഭാരതം പഠിക്കുമ്പോഴും അവിടെ യുദ്ധം രാത്രിയില്ലാലോ. യെസ്. അങ്ങനെ അപ്പൊ ഒരു മരക്കുതിര ഉണ്ടാക്കി ഏറ്റവും മികച്ച പോരാളികളെ കുതിരക്കുള്ളിലാക്കിയിട്ട് ട്രോയ് നഗരത്തിന്റെ അതിർത്തിയിൽ വെച്ച് വഴിയിൽ വെച്ചിട്ട് ആര് പിൻവാങ്ങി? നമ്മുടെ ഗ്രീക്ക് സൈന്യം പിൻവാങ്ങി. കാരണം കുറെ വർഷം കൊണ്ട് യുദ്ധം നേടിയിട്ടും ട്രോയ് നഗരത്തെ ആക്രമിച്ച് കീഴടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കണ്ടെത്തിയ ഉപായമാണ്. രാത്രിയായി. രാത്രിയായപ്പോ ഈ ഒരു അതിർത്തി സംരക്ഷിക്കാൻ എത്തിച്ചേർന്ന ട്രോയ് നഗരത്തിലെ സൈനികർ ഇത് കണ്ടു. ഗ്രീക്ക് പട്ടാളം പിൻവാങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് ഗ്രീക്ക് പട്ടാളം തങ്ങളുടെ പോരാട്ട വീര്യത്തിന് സമ്മാനിച്ചതാണ് ഈ മരക്കുതിര എന്ന് വിചാരിച്ചിട്ട് ഈ മരക്കുതിരയായ എന്ത് ചെയ്തു? ഈ ട്രോയ് നഗരത്തിലുള്ളവര് ട്രോജന്മാര് എന്ത് ചെയ്തു? നേരെ മരക്കുതിരയെ വലിച്ച് ട്രോയ് നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. ഗ്രീക്കുകാർ പിൻവാങ്ങി. അതുകൊണ്ട് തങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് സന്തോഷിക്കുകയും അവര് ലഹരി ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ലഹരി ഉപയോഗിച്ച് ആഹ്ലാദിച്ച് ഒടുവില് അവര് എന്ത് ചെയ്തു? ആ ലഹരിയുടെ ലഹരി ഉള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഈ ഉറങ്ങിയ അവസരത്തില് ഈ മരക്കുതിരയിൽ ഒളിച്ചിരുന്ന സൈനികര് വെളിയിലിറങ്ങുകയും കുറച്ചകലെ നങ്കൂരമിട്ടിരുന്ന നമ്മൾ പറഞ്ഞു ഏതൻസിന് അതിശക്തമായ കപ്പൽപ്പടയുണ്ടെന്ന് പറഞ്ഞു. ആ കപ്പലുണ്ടായിരുന്ന സൈന്യത്തെ വിവരമറിയിക്കുകയും ആ സൈന്യം ഇരച്ചു കയറി രാത്രിയില് ഉറങ്ങിക്കിടന്ന ട്രോയ് നഗരത്തിലെ പൗരന്മാരെ അല്ലെങ്കിൽ ട്രോജന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ട്രോയ് നഗരം അവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായി കൊന്നൊടുക്കി. ആര് ഏറ്റെടുത്തു? ഗ്രീക്ക് നഗരരാഷ്ട്രം ഏറ്റെടുത്തു. അഥവാ ഏതൻസും സ്പാർട്ടയും ഏറ്റെടുത്തു. ഇതേ കുറിച്ചുള്ള കഥയാണ് ഇലിയഡ് എന്ന കൃതിയിൽ പരാമർശിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിരുന്നു ഒഡീസി കേട്ടോ. അപ്പൊ ഹോമറിന്റെ പ്രശസ്തമായ കൃതിയാണ് ഇലിയഡും ഒഡീസിയും. ഇലിയഡ് എന്ന കൃതിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ട്രോയ് നഗരത്തെ ഗ്രീക്കുകാർ കീഴടക്കുന്ന കഥയാണ്. നമുക്ക് വേണ്ടത് PSC ചോദിക്കുന്നത് ട്രോയ് നഗരത്തെ ആക്രമിച്ച് കീഴടക്കുന്ന പശ്ചാത്തലമുള്ള ഹോമറിന്റെ കൃതി ഏത്? ഇലിയഡ്. അത്രമാത്രം. ഓക്കെ. ആ കഥ സ്കൂൾ പാഠപുസ്തകങ്ങളായതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് രസകരമായ രീതിയിൽ ആ കഥ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇരിമ്പിക സംസ്കാരങ്ങളിൽ നമ്മൾ ഗ്രീക്ക് സംസ്കാരം പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റോമൻ സംസ്കാരം പഠിച്ചു. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ക്ലാസിക്കൽ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സംസ്കാരമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ബൈ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.